പ്രത്യേകത എന്താണെന്നറിയാമോ? അറിയില്ല. ഇന്ന് ഓണമാണ്. നമുക്ക് അത്തപ്പൂക്കളം ഉണ്ടാക്കണ്ടേ? വേണം. പേടിക്കേണ്ട കുട്ടികളെ, നാം മഹാബലിയാണ്. നമുക്ക് കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ പേടിച്ചില്ല. ഞങ്ങൾക്കും മാവേലിയെ ഇഷ്ടമാണ്. ആട്ടെ, നിങ്ങൾ പൂക്കളൊക്കെ പറിച്ചോ? അതിന് പൂക്കളൊന്നും ഇല്ലല്ലോ. ഒക്കെ കടയിൽ നിന്നും വാങ്ങണം. കഷ്ടം. എത്ര സുന്ദരമായിരുന്നു എന്റെ കേരളം. അയ്യോ, പേടിച്ചു പോയാലോ പാലക്കാരാ. തെറ്റിപ്പിച്ചു വന്നാലുണ്ടല്ല, അടിച്ചതിറങ്ങിപ്പോ. നമ്മെ മനസ്സിലായില്ല അല്ലേ? നീ തങ്കപ്പന്നല്ലേ? നിനക്കിപ്പം നാടകം കളി തന്നെ. നാം മഹാബലി ചക്രവർത്തിയാണ്. മഹാബലി ചക്രവർത്തി? നമസ്കാരം ചക്രവർത്തി. നിങ്ങൾ ധാരാളമായി സോമരസം കുടിച്ചിരിക്കുന്നു. കല്ലിന്റെ കൂടെ ആരെങ്കിലും രസം കുടിക്കോളൂ. അത് സോമന്റെ രസം. എനിക്കിഷ്ടം നമ്മുടെ അമ്മൂമ്മയുടെ രസമാണ്. ഐ മീൻ ഗ്രാൻഡ്മാസ് രസം. ആട്ടെ വത്സ, നിന്റെ പേരെന്താണ്? വത്സയ? അവള് വീട്ടിലുണ്ട്. ഈ പരുവത്തി ഞാൻ ചെന്ന് അവളിന്റെ കൂടിച്ചു പാട്ടും. ഈ പൂശനില മടക്കി വെച്ചാൽ അത് ഒടിഞ്ഞു പോകില്ലേ? എടോ, ഇത് പ്ലാസ്റ്റിക് ഒഴിഞ്ഞു പോണ പ്രശ്നമില്ല. ഏത് നാട്ടുകാരനാണ്? കഷ്ടം. പ്ലാസ്റ്റിക് ഇലയിൽ സദ്യ ഉണ്ണുകയോ? നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. വേണ്ട, ചിന്തിക്കണ്ട. അതെ, വാഴയിലൊക്കെ മൊത്തം കീടനാശിനിയാ. അതില് സദ്യ ഉണ്ടായ അത് ചിലപ്പോ എല്ലാവർക്കും സപ്ലൈ തീരും. വെറുതെ എന്തിനാ ഇങ്ങനെ മുക്കി പഞ്ഞിയൊക്കെ വെക്കണത്? മുഖ്യമന്ത്രിയാ പ്രിയപ്പെട്ടവരെ, മാവേലി നാടുവാടിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. രണ്ടെണ്ണം വിട്ട് കഴിഞ്ഞ പിന്നെ രണ്ടുപോലെ എന്നും പറയാം. നമ്മെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെനിക്കറിയാവുന്ന ചോദിക്കുമോ? താനിത് കോപ്പിലെ മാവേലിയാണ്. അതെ, മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടുകൊണ്ട് നിന്നാലേ അതിപ്പഴൊന്നും തീരത്തില്ല. അടുത്ത ഓണത്തിനെ നിർത്തത്തുള്ളൂ. മെഗാ സീരിയൽ പോലെ തീരിട്ട് പോകും. മാവേലി, ഒരു 100 രൂപ തരുമോ? ഒരു ചെറുത് വാങ്ങാനാ. കഷ്ടം. നമ്മുടെ കാലത്ത് ആരും മദ്യപിക്കാറില്ലായിരുന്നു. ഇപ്പോഴും പൊതുവെ കാലത്താരും മദ്യപിക്കാറില്ല. വൈകിട്ട് അതെല്ലാം വീഴ്ച നടക്കണം.
മധു സന്തോഷ് ബാബു. സ്വാമിമാരെ കളിയാക്കുകയോ? കഷ്ടം. കളസ്വാമിമാരെ പൊട്ടിട്ട് തിറക്കാൻ പേര. അസ്വാമി തിരുമനസ്, അയാമെ സ്വാമി. ഇനി ഇവിടെ തിന്നിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നണം. ഈ പോലീസുകാരുടെ കയ്യിലെങ്ങനെ കിട്ടി അവരെ കുമ്പിടിച്ചു പോയിട്ടു. ആ കണ്ടുപിടിയും പോയോ മാവേലി? അയാൾ പോയി. കുട്ടികളെ, നിങ്ങൾ പൂക്കളം ഉണ്ടാക്കിക്കൊള്ളൂ.